അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. ആ കലാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, അവിടുത്തെ അനുചരന്മാരായ സ്വഹാബാക്കളിലൂടെ, താബീങ്ങളിലൂടെ, മശായിഖന്മാരിലൂടെ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. നാം എല്ലാവരും പാരായണം ചെയ്യുന്ന, റമദാനിൽ പ്രത്യേകിച്ചും ഖത്ം തീർക്കുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവനത്തിന് മാതൃകമായ എല്ലാ കാര്യങ്ങളും നിക്ഷേപിച്ച, അവൻ്റെ ദുന്യവിയും ഉഖ്റയുമായ ജീവിതം രക്ഷപ്പെട്ടു കിട്ടാനുള്ള ഒരു ഏക മാർഗമാണ് വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ നിയമങ്ങളും അത് ജീവിതത്തിൽ പകർത്തൽ, അതിൽ വിരോധിച്ചതെല്ലാം ഒഴിഞ്ഞു മാറൽ ഒരു വിശ്വാസിയുടെ കടമയാണെങ്കിൽ, ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലും ആ പാരായണം ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കലും അത്രേ കഠായമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ശാസ്ത്രം, പാരായണ ശാസ്ത്രം, അതിൽ ചെറിയ ഒരു തെറ്റ് സംഭവിച്ചാൽ തന്നെ അത് വലിയ വൻ കുറ്റമായി മാറുന്നു. ഉദാഹരണത്തിന്, മദ് അസ്ലി എന്ന് പറഞ്ഞാൽ ഒരലിഫിൻ്റെ കതിർ നീട്ടുന്ന മദ്ദാണ്. അതെനിക്ക് ഒരലിഫിനേക്കാൾ കൂടുതൽ നീട്ടാൻ പാടില്ല എന്നാണ്. ആ അസ്ലിയായ മദ്ദിന് ഒരാൾ ഒരലിഫിനേക്കാൾ കൂടുതൽ നീട്ടിയാൽ ശറഇൽ അവനൊരു ഹറാമ് ചെയ്തു എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. ഒരു ഹറാം, ഒരു തെറ്റ് ചെയ്തു. എന്നാൽ ഒരു മദ് നീട്ടേണ്ടടുത്ത് എത്ര നീട്ടണമെന്ന് അത് പരിധിയുള്ള റൂൾസ് ഉള്ളതിനെ വിട്ട് മറികടന്ന് നീട്ടിപ്പോയാൽ ഹറാമ് വരും. ഇനി ഫറഅയായ മദ്ദിനിക്ക് 6 അർക്കത്തിൻ്റെയും 7 അർക്കത്തിൻ്റെയും കതിറിൽ നീട്ടാൻ വേണ്ടി നിയമിക്കപ്പെട്ടത്, ആ നിയമത്തെയും മറികടന്ന് ഒരാൾ നീട്ടുകയാണെങ്കിൽ അവിടെയും ഹറാമ് വരും. അതേ സമയത്ത് മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ മദ്ദക്ഷരവും അതേ കലിമത്തിൽ ഹംസയും വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയും. ആ മദ് മുത്തസിൽ നിർബന്ധമാണ് നീട്ടൽ. അത് നീട്ടിയില്ലെങ്കിൽ ആ നിർബന്ധം ഒഴിവാക്കിയെന്ന നിലക്ക് ഹറാമ് വരും. അങ്ങനെ ഒരുപാട് നാം കള്ള് കുടിക്കാറില്ല, വ്യഭിചരിക്കാറില്ല, ഹറാമ് കാണാറില്ല എന്ന് വെക്കാം, കളവ് പറയാറില്ല എന്ന് വെക്കാം. നിത്യമായി നാം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ ഖുർആൻ പാരായണത്തിലൂടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നാം സംഹരിക്കുന്നു. ഒരുപാട് കുറ്റം നിറഞ്ഞൊരു കുറ്റാളികളായി മാറുന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, റുബ്ബ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅൻഹു. എത്ര ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഖുർആനിൻ്റെ ഓരോ ഹർഫുകൾ, അതിനെ ഏൽപ്പിക്കപ്പെട്ട മുഅക്കലാത്തുകളായ മലക്കുകളുടെ ശാപം അവനിക്ക് കിട്ടുന്നു. ചില വീട്ടിൽ ഖുർആൻ ധാരാളം ഓതുന്നു, പക്ഷേ ആ വീട്ടിൽ ബർക്കത്തില്ല. ചില വ്യക്തികൾ ധാരാളം ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അവനിക്ക് ബർക്കത്തില്ല. എന്തുകൊണ്ട് ബർക്കത്തില്ല? ലാനത്ത് അവനിക്ക് ലഭിക്കപ്പെട്ടാൽ റഹ്മത്ത് അവിടുന്ന് നീങ്ങിപ്പോകും എന്നാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ വ്യക്തമായി അതിൻ്റെ ശാസ്ത്രം പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റേതായ ശാസ്ത്രം, അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിബാധ്യത, ഫർള് ഐനായ ഒരു കാര്യം നാം വിട്ടുപോകരുത്. അത് ഒഴിവാക്കി കുറേ ഖുർആൻ ഓതി കൂമ്പാരം കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഹസനിയ തദ്രീബുൽ ഖുർആൻ എന്ന് പറയുന്നൊരു കോഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. 40 ദിവസം, ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ക്ലാസ്സാണ്. 40 ദിവസം തുടരെയായി ക്ലാസ് നടക്കും. ആ ക്ലാസ്സിൽ ഖുർആനിൻ്റെ ശാസ്ത്ര നിയമങ്ങളെല്ലാം, ഖുർആൻ പാരായണ നിയമങ്ങളെല്ലാം പഠിപ്പിക്കും. എന്നിട്ട് ഖുർആൻ പാരായണ ശീലകളും, അതായത് ഖുർആൻ പാരായണം ചെയ്യൽ എങ്ങനെയെന്നും അത് ഓതി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്, ഒരു കോഴ്സാണ്. അത് 40 ദിവസമായി ചുരുക്കിയതാണ്.
കുറേ നീണ്ട ഒരു അധ്യായമാണത്. അതിൽ അത്യാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് എന്നിട്ട് ആ ഖുർആൻ പാരായണ ശൈലി എങ്ങനെയാണെന്ന്, അറബികളും സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളും ഓതിയ രൂപം എങ്ങനെയാണെന്ന് മശായിഖന്മാരിലൂടെ വന്നെത്തിയ ആ ശൈലി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കെല്ലാവർക്കും ചേർന്ന് 40 ദിവസം കൊണ്ട് ഖുർആൻ നല്ല നിലയ്ക്ക് ഓതാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അള്ളാഹ് ഇതിപ്പോൾ 3-ാം ബാച്ചാണ്. ഏപ്രിൽ മാസത്തിൽ 5-ാം തീയതി തുടങ്ങുന്നത്. 1-ാം ബാച്ചിൽ ധാരാളം ആളുകൾ പഠിച്ചു, അവർ ബിരുദം വാങ്ങി, ഹസനിയ ബിരുദം വാങ്ങി. 2-ാം ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് രാവിലെ 6:30 മണിക്ക് തുടങ്ങിയ 8 മണി വരെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതേ 2-ാം ബാച്ച്. 2-ാം ബാച്ചിൽ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. അവരുടെ ഗ്രൂപ്പുകൾ വേർതിരിച്ചിട്ട് വേറെ ക്ലാസ്സാണ് അവർക്ക് നടക്കുന്നത്. എല്ലാവരും നല്ല താല്പര്യത്തോടു കൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ആ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1-ാമത്തെ ബാച്ചിൻ്റെ ആളുകളെല്ലാം പാരായണ ശൈലികൾ പൂർത്തീകരിച്ചു. എന്നിട്ട് അവർ സനദ് വാങ്ങി. സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹിൻ്റെ കലാമായ, അള്ളാഹിൻ്റെ സിഫത്തായ വിശുദ്ധമായ കലാമുല്ലാഹി അൽ ഖുർആൻ, അത് ലൗഹുൽ മഹ്ഫൂദിൽ നിക്ഷേപിക്കപ്പെട്ടത് അത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. സ്വഹാബത്ത് താബീങ്ങൾക്ക് ഓതിക്കൊടുത്തു. താബീങ്ങൾക്ക് ഓതിക്കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായി അതിൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ ഓതിക്കൊടുത്തത് അതേ ശൈലിയിൽ മശായിഖന്മാർ അവരുടെ പാരമ്പര്യമായി വന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലും കർണാടകയിലും സുപ്രസിദ്ധരായ 1997 മുമ്പുണ്ടായിരുന്ന പ്രഗത്ഭരായ ഖുർആൻ ശാസ്ത്ര പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട ഖാരി ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി മഹാനവറുകളെ വരെയുള്ള സനദ്, അത് ആ സനദ് ആണ് നിങ്ങളെ കയ്യിലേക്ക് എത്തുന്നത്. ആ സനദോടു കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഈ ഹസനിയ തദ്രീബുൽ ഖുർആൻ കോഴ്സിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, താല്പര്യമുള്ളവരെല്ലാവരും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചേരുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ കൃത്യമായ 40 ദിവസം അതിൻ്റെ പഠനം, അതിൻ്റെ ഖുർആൻ പാരായണ ശാസ്ത്രങ്ങൾ, നിയമങ്ങളെല്ലാം പഠിച്ച് എന്നിട്ട് അതിൻ്റെ പാരായണം മെച്ചപ്പെടുത്തുക. അള്ളാഹു നമുക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് അവൻ്റെ രീതവും ഖുർആനിൻ്റെ റഹ്മത്തും നമുക്ക് ഇറക്കി തരുമാറാവട്ടെ. 1-ാം ബാച്ച് കഴിഞ്ഞു. 2-ാം ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 43 പെൺകുട്ടികളും അതേപോലെ തന്നെ ഏകദേശം 12-13 ആണുങ്ങളുമുണ്ട്. അങ്ങനെ വേറെ ഗ്രൂപ്പായിട്ടാണ് വാട്സപ്പിലെ ക്ലാസ്. അതുകൊണ്ട് ചുരുങ്ങിയ ഒരു ഫീസിലാണ് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം കിട്ടുന്നത്, അവസരം കിട്ടുന്നത്. ആരും കളയരുത്. എല്ലാവരും ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഖുർആൻ സനദ് മെച്ചപ്പെടുത്തുക. ഞാൻ 97 സനദ് വാങ്ങിയവരാണ്. ഇതുവരെ ഞാൻ അങ്ങനെ വെറുതെ വീട്ടിൽ വെച്ചു. ഞാൻ ഇപ്പോൾ കരുതുകയാണ്, ഞാൻ ഇനിയും അത് വെച്ചാൽ ശരിയാവില്ലല്ലോ, അത് പാരമ്പര്യമായി ഫല്ലുബല്ലിഗു ഷാഹിദുൽ ഗായിബ എന്നല്ലേ, അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സനദ് എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് അതിൻ്റെ ചേരുന്ന ആളുകളെല്ലാം ചേർന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് 5-ാം തീയതി തുടങ്ങാം. ഒരു 40 ദിവസം, അതിനുശേഷം പിന്നെ ഒരു ബാച്ചായിട്ട് ഇങ്ങനെ തുടങ്ങാം. അള്ളാഹു താല നമുക്കേവർക്കും വിശുദ്ധ ഖുർആൻ അതിൻ്റെ മുറ പോലെ പാരായണം ചെയ്യുവാനും അതിൻ്റെ ശാസ്ത്രങ്ങൾ പഠിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.